എല്ലാവർക്കും സുഭാഷ് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ട്രിഗണോമെട്രിയിൽ നിന്നും 2 ചോദ്യങ്ങളാണ് ആദ്യം എടുത്തേക്കുന്നത്. പഠിച്ചേക്കണം. അടിപൊളിയായിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. സിമ്പിളാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്, അല്ലാതെ ടഫായിട്ടുള്ളതേ അല്ല. അത് ഞാൻ ടഫാണെന്ന് പറയുന്നേ ഇല്ല. നമുക്കിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കുസാറ്റ് എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കീമുണ്ട്, നെക്സ്റ്റ് NDA 2 ഉണ്ട്. ഇത്രയാണ് നമുക്കിനി മുന്നിലുള്ള എൻട്രൻസ് എക്സാംസുകൾ സാധാരണ ഉള്ളത്. ഇതിൽ കുസാറ്റ് ഇത്തിരി ലെവൽ കൂടിയതാണ് കേട്ടോ. അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിലും ഇത്തിരി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ഉണ്ടാവും. കീമിനേക്കാളും NDAക്കാളും ഇത്തിരി മുന്നിലായിരിക്കും ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചേ. tan of a plus b equal to m, tan of a minus b equal to n, then tan 2a. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ എൻ്റെ വലുതായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടാനിനുള്ളിൽ ആരാ 2a അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ tan 2a. 2a എന്നുള്ളത് ചിലർക്ക് കത്തി കാണും. ആ 2a എന്നുള്ളത് ഇവിടെ എവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ് അല്ലേ. നോക്കാം. ഇവിടെ ആരാ മോനെ a പ്ലസ് ബി, ഇതാരാ മോനെ a മൈനസ് ബി. a പ്ലസ് ബി പ്ലസ് a മൈനസ് ബി എന്ന് പറഞ്ഞാൽ നോക്കിക്കുക, പ്ലസ് ബി മൈനസ് ബി വെട്ടിക്കഴിഞ്ഞാൽ a പ്ലസ് a 2a ആണ്. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു രീതി, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ a പ്ലസ് ബിക്ക് പകരം ഞാൻ ആൽഫ എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ബീറ്റ ഈസിക്കൽ രണ്ടാമത്തെ a മൈനസ് ബി എന്ന് പേര് ഇച്ചിരി സിമ്പിൾ ആക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടും ചെയ്യാം. ആൽഫയിലും ബീറ്റയിലും മാറ്റിയാൽ ഇത്തിരിയുടെ സിമ്പിളായിട്ട് തോന്നും, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ പ്ലസ് ചെയ്താൽ എന്താ പോലെ പ്ലസ് ചെയ്താൽ എന്താ നോക്കിക്കുക, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് ബി മൈനസ് ബിയും പോയിക്കൊണ്ട് 2a. അപ്പോൾ തിരിച്ച് വായിച്ചാൽ 2a എന്ന് പറഞ്ഞാൽ ആരാണ്, ആൽഫ പ്ലസ് ബീറ്റയാണ്. ശരിയാണല്ലോ. ഓക്കെ, അപ്പോൾ അത്ര ഇവിടെ കേട്ടക്കട്ടെ. ഇനി ഞങ്ങൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ എളുപ്പമാണ് കേട്ടോ. ഇത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണ് മോനെ, tan 2a ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, tan 2a. അപ്പോൾ ഈ 2aക്ക് പകരം നമുക്ക് ആരെന്ന് പേര് കൊടുക്കാം മോനെ, ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ tan ഓഫ് ഈ 2aക്ക് പകരം ആരെന്ന് കൊടുക്കണം, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു tan ഓഫ് ആൽഫ പ്ലസ് ബീറ്റ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. tan of a plus b, tan of x plus y, tan of alpha plus beta എല്ലാം സെയിമാ. tan of alpha plus beta യുടെ ഫോർമുല tan alpha plus tan beta by 1 minus tan alpha tan beta ആണല്ലോ. tan alpha ഇവിടെ ആൽഫ ആരായിരുന്നു മോനെ, a plus b അല്ലേ. അപ്പോൾ ഈ a plus bക്ക് ഒരു ആൽഫ എന്നല്ലേ നമ്മൾ പേര് കൊടുക്കണ്ട. അപ്പോൾ എന്താ ഇത് വായിക്കുന്നത്, tan alpha. അതുപോലെ a minus bക്ക് പകരം ബീറ്റയാണ്. അപ്പോൾ ഇത് tan ബീറ്റ. അപ്പം tan ആൽഫ ആരാന്ന് ചോദിച്ചാൽ m, tan ബീറ്റ ആരാന്ന് ചോദിച്ചാൽ n. അപ്പോൾ നമുക്ക് tan ആൽഫയ്ക്കും tan ബീറ്റയ്ക്കും വാല്യൂ കൊടുത്താൽ m പ്ലസ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് m. ഓക്കെ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റൻ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വളരെ എളുപ്പമാണ്. സെക്കൻഡ് ക്വസ്റ്റനിലോട്ട് കയറുകയാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും. എൻട്രൻസിന് വേണ്ടിയുള്ള ക്ലാസ്സസും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ തരുന്നുണ്ട്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫുൾ സോൾവ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് പലപോലെ പഠിക്കാൻ പറ്റും. അത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് കാര്യമുള്ളൂ. കുറച്ച് പഠിച്ചുകൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അതിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് കേട്ടോ. tan ആൽഫ പ്ലസ് tan ബീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് tan ആൽഫ tan ബീറ്റ. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ഡാഷ്. ഇതെന്തെങ്കിലും കണ്ടിട്ടുള്ളതാണോ നോക്കിക്കുക, എന്തൊക്കെയോ പരിചയമുള്ള ടേംസുകൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് tan ആൽഫ പ്ലസ് tan ബീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് tan ആൽഫ tan ബീറ്റ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ അല്ലേ. tan ആൽഫ പ്ലസ് tan ബീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് tan ആൽഫ tan ബീറ്റ. ഞാനൊരു മറ്റൊരു കാര്യം ഒന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ a ഈസ് ഈക്വൽ ടു ബി, a ഈസ് ഈക്വൽ ടു ബി എന്ന് കണ്ടാൽ നമുക്ക് അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഒന്നുകൂടെ മാറ്റി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ കൂടെ എഴുതാം. ഒന്നുകിൽ a മൈനസ് ബി ഈക്വൽ എത്രയെന്ന് എഴുതാം, 0 പ്ലസ് ബി ഇപ്പോൾ തോന്നാം മൈനസ് ബി. അപ്പോൾ a മൈനസ് ബി ഈക്വൽ 0. മറ്റൊരു രൂപത്തിൽ എഴുതാൻ മോനെ, a ഈക്വൽ ബി ആണെങ്കിൽ a ബൈ ബി ഈക്വൽ 1 എന്ന് എഴുതാം. താഴോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ a ബൈ ബി ഈക്വൽ എത്രയെന്ന് എഴുതാം, 1. ഓക്കെ ശരിയല്ലേ. a ബൈ ബി ഈക്വൽ 1, ബി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ a ഈക്വൽ ബി. അപ്പോൾ 2 രീതിയിൽ കൂടെ എഴുതാം. ഞാൻ ഈ കാര്യം എടുക്കുന്നത് ഇതല്ല. ഓക്കെ, ഇവിടെ ഞാൻ ഇത്രയിനെ എ ആയിട്ട് കരുതുന്നു, ഇത്രയിനെ ബി ആയിട്ട് കരുതുന്നു. അപ്പോൾ എ ഈക്വൽ ടു ബി അല്ലേ, എ ഈക്വൽ ടു ബി. അപ്പോൾ ഞാൻ ഇയാളിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ tan ആൽഫ പ്ലസ് tan ബീറ്റ ബൈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 മൈനസ് tan ആൽഫ tan ബീറ്റ അല്ലേ. എ ബൈ ബി, ഈ സീക്രട്ട് എത്ര ആവുമെന്നാണ് പറഞ്ഞത്, 1.
ഇയാൾ നല്ല പരിചയമില്ലല്ലോ. ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ ബൈ 1 മൈനസ് ടാൻ ആൽഫ ടാൻ ബീറ്റ. അയാൾ ആരാ നോക്കിക്കേ, ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ ബൈ 1 മൈനസ് ടാൻ ആൽഫ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ആരാമോനെ ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ 1, ദെൻ ആൽഫ പ്ലസ് ബീറ്റ എത്ര ആയിരിക്കും മോനെ, π/4 45 ഡിഗ്രി. ശരിയല്ലേ? ടാൻ്റെ ഏത് ഡിഗ്രിക്കാ 145, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ എത്രയാണ്, π/4. ഓക്കെ, അപ്പോൾ 2 കുട്ടി ക്വസ്റ്റ്യൻസുകളെ ഉള്ളായിരുന്നു. അടുത്ത ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ക്ലാസ്സുകളെല്ലാം കണ്ടേക്കണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തേക്കണം. ഇനി ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, 2-3 ചോദ്യങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.